ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ലോർഡ്. നിങ്ങളിൽ പലരും എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നാൽ ആദ്യമായിട്ടാകാം എന്നെ നേരിൽ കാണുന്നത്. ഈ ഒരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കി തന്നതിന് കർത്താവിന് കൊടാനുകൂടി നന്ദി ഈ സമയം ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ 24 വർഷത്തോളം മുരിങ്ങൂരിലെ ഇംഗ്ലീഷ് വിഭാഗം ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ വചനപ്രഘോഷണവും കൗൺസിലിങ്ങും ചെയ്തിരുന്നു. ഏകദേശം എല്ലാ ദിവസവും ഓരോ ക്ലാസ് ഉണ്ടാകും. ആഴ്ചയിൽ 2 ദിവസത്തോളം കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അനേകർക്ക് എൻ്റെ ശുശ്രൂഷയിൽ കൂടി ദൈവം വലിയ കൃപകൾ ചൊരിഞ്ഞിരുന്നു. അനേകർക്ക് വലിയ ജീവിതത്തിൽ പല മാറ്റങ്ങൾ, കുടുംബത്തിൽ ചിതറിപ്പോയ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുവാനും വലിയ അത്ഭുതങ്ങളും ഒത്തിരി വലിയ കാര്യങ്ങൾ കർത്താവ് എൻ്റെ ശുശ്രൂഷയിലൂടെ ചെയ്തത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അതിനായി കർത്താവിന് ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയിൽ കൂടി ഞാനും വളർന്നിട്ടുണ്ട്. അതിനും ദൈവം എനിക്ക് കൃപ തന്നു. അതിനും ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഈ ഡിവൈനിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ ശുശ്രൂഷ ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഈ ചാനൽ ഞാൻ തുടങ്ങിയത്. നിങ്ങളെല്ലാവരും ഈ ഒരു 6 വർഷത്തോളം എന്നോടൊപ്പം ഉണ്ടായിരുന്നതിനും കർത്താവിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തോളം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ട്രീസ, എന്തുകൊണ്ട് സിസ്റ്റർ പ്രീച്ചിങ്ങും കൗൺസിലിങ്ങും മിനിസ്ട്രി തുടങ്ങിക്കൂടാ? അനേകർക്ക് ദൈവം കൃപകൾ ചൊരിയുന്നതാണ് സിസ്റ്ററിൻ്റെ ശുശ്രൂഷയിലൂടെ. അത് നിർത്തരുത്, അത് വീണ്ടും തുടങ്ങണം. മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യവും ലോകം അറിയണം എന്ന് എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ 2 വർഷത്തോളം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ഉത്തരമാണ് ഇത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും എന്നെ കർത്താവ് പ്രേരിപ്പിച്ചത്. അതിനും കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളേവരും കാണുക, കേൾക്കുക, ഇത് അനേകർക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല, എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചോദിക്കുക. കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കുക. ഒരു Q&A വീഡിയോയിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. വ്യക്തിപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇമെയിലിൽ കൂടി അറിയിക്കുക. ഈ ഇമെയിൽ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ കേൾക്കുക, കാണുക, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ശ്രവിക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതാണ്. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ മുൻപ് ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ അന്തരംഗത്തിൽ ദൈവം സംസാരിക്കുന്ന രാത്രിയാണ്. അവിടുത്തെ വചനമയച്ച് നമ്മെ സൗഖ്യപ്പെടുത്തുകയും നമ്മുടെ ഭയവും നിരാശയും മാറ്റി പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനം. ദൈവവചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ നേടിത്തരുന്നു. മനുഷ്യന് ആവശ്യമായ സകലതും, നമുക്കോരോരുത്തർക്കും ആവശ്യമായ നന്മകളെ, ആവശ്യമായ സൗഖ്യം, അനുഗ്രഹം, ജീവൻ എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ
നമുക്ക് ലഭിക്കുന്നു. അതിനാൽ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ കർത്താവെ, എനിക്ക് സൗഖ്യവും സമാധാനവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനത്തിൻ്റെ ശക്തിയാലെ എൻ്റെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാലെ നല്ലൊരു ഉറക്കം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അസ്വസ്ഥതയും ഹൃദയത്തിൻ്റെ വേദനയും മാറ്റാൻ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് ഒന്നിക്കാം, ദൈവത്തിൽ വസിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ നിറയും. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയുമെല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ എടുത്തു മാറ്റും. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ സന്ദർശിക്കും. ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ, ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ശക്തമായി ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം അവിടുന്ന് സന്തോഷമാക്കി മാറ്റും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 113 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രത്യാശയറ്റവർക്ക് പ്രത്യാശ നൽകി ജീവിതത്തിൽ എല്ലാം കൊണ്ടും തകർച്ചയിലായിരിക്കുന്നവർ നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നിലാശ്രയം വെക്കുമ്പോൾ കർത്താവെ, അവരെ പ്രഭുക്കന്മാരോടൊപ്പം നീ ഉയർത്തുന്ന ദൈവമാണ് എന്ന് വചനത്തിലൂടെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇന്നത്തെ ഈ തിരുവചനം ഞങ്ങൾക്ക് ശക്തിയും ഓജസ്സും സന്തോഷവും നൽകി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖമകറ്റി ഈ രാത്രിയിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഒന്നുമില്ലാത്ത അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഞങ്ങളെ കരകയറ്റുവാൻ ഈ ദൈവവചനം ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ അവസ്ഥയെ അവിടുന്ന് കാണുന്നു. അവിടുന്ന് ഞങ്ങളെ ഉയർത്താൻ പോകുന്നു എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവമേ, ഒന്നുമില്ലാത്തവർക്ക്, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായുണ്ട്. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ തന്നെ അവിടുത്തേക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും. അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ ഇനി ആശ്രയിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. കർത്താവെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും എല്ലാം തകർന്ന അവസ്ഥയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നു എങ്കിൽ കർത്താവിന് ഒരവസരം കൂടി നൽകാനുള്ള ശക്തി, കർത്താവിനു വേണ്ടി കാത്തിരിക്കാനുള്ള കൃപയും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് തടങ്കലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലേക്ക് വരാനോ പ്രിയപ്പെട്ടവരെ കാണാനോ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലായിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദനകളെ, ദുഃഖം, ഭയം,
നിസ്സഹായ അവസ്ഥയെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമേ, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്ന കർത്താവേ, എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് ഇന്ന് രാത്രിയിൽ പ്രത്യാശയായി, പ്രകാശമായി, വെളിച്ചമായി നീ അവരെ സന്ദർശിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് നീ സംസാരിക്കണമേ. ഈ രാത്രിയിൽ ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് മോചനം നൽകണമേ. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് സന്തോഷം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഉന്നതനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങളെ സഹായിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഉയർത്തണമേ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന്, പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി അങ്ങയുടെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനുള്ള യോഗ്യത നൽകി ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് ഞങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിച്ച് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കും കർത്താവേ, നിൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഈ രാത്രിയിൽ ഈ മക്കളുടെ ദുഃഖം സന്തോഷമാക്കി നീ മാറ്റണമേ. ദൈവമേ, സന്തോഷത്തിൻ്റെ പൂർണ്ണത അങ്ങയിൽ മാത്രമാണ്. സമാധാനത്തിൻ്റെ പൂർണ്ണത അങ്ങയിലാണ്. സ്നേഹത്തിൻ്റെയും എല്ലാ നന്മകളുടെയും പൂർണ്ണത ഈശോയെ അങ്ങയിലാണ്. ഈ സമയം, പ്രാർത്ഥനയുടെ ഈ സമയം, അങ്ങയിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിനാൽ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും നൽകി ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ആരോഗ്യമുള്ള ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളത്തെ ദിവസം സന്തോഷത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ നിൻ്റെ സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഈ സമയം നിരാശയിലും ദുഃഖത്തിലും ഭയത്തിലുമായിരിക്കുന്നവർക്ക് ഒരു പുതിയ വെളിച്ചം നൽകി, പുതിയ പ്രത്യാശ നൽകി, ജീവിക്കാനുള്ള പുതിയ ആഗ്രഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, എല്ലാം തീർന്നുപോയവർക്ക്, എല്ലാം തകർന്നവർക്ക് ഒരു പുതിയ തുടക്കം കർത്താവേ നീ നൽകണമേ. ആദിയും അന്തവുമായ ഈശോയെ, അങ്ങ് എല്ലാം നവീകരിക്കുന്നവനാണല്ലോ. ഞങ്ങൾക്കൊരു പുതിയ തുടക്കം, പുതിയതായി ജീവിക്കാൻ ഒരു പുതിയ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. അതിനായി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഒരു ഉറക്കം നൽകണമേ. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും അനുഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിൽ നിന്ന് കോപവും വിദ്വേഷവും ശത്രുതയും എടുത്തുമാറ്റി എല്ലാവരോടും സ്നേഹത്തോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങ് നന്ദിഹീനരോടും കാപഠ്യക്കാരോടും കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും നന്ദിഹീനരോടും കാപഠ്യക്കാരോടും കരുണ കാണിക്കുവാൻ നിൻ്റെ കരുണയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ. എല്ലാം മറന്ന് എല്ലാവരോടും ക്ഷമിച്ച് ഈശോയുടെ കരം പിടിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, നിരാശയിൽ നിന്നും എന്നേക്കുമായി നീ കാത്ത് സംരക്ഷിച്ച് ദുഃഖമെടുത്തു മാറ്റി നിന്റെ സന്തോഷവും സമാധാനവും ആസ്വദിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവേ നിൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭവനത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും നീ ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും കർത്താവേ നിൻ്റെ ശക്തരായ ദൂതന്മാർ കാവലുണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ
യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ഈശോനാഥ, നിന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും നീ നൽകുന്നു. ഈ രാത്രിയിൽ ഞാൻ ചോദിക്കുന്നു, ഇവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ, ഇവരുടെ നിരാശ പ്രത്യാശയാക്കി മാറ്റണമേ. നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു. കർത്താവേ, കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഭയം കൂടാതെ, വേദനയും വിഷമവും കൂടാതെ, സന്തോഷത്തോടെ എൻ്റെ കർത്താവാണ് എനിക്ക് കൂടെയുള്ളത്, ഞാൻ ആരെ ഭയപ്പെടണം? എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ പിടിച്ചിരിക്കുന്നു, ഇനി ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവ് എന്നോടുകൂടെ എപ്പോഴും ഉണ്ടാകും. യുഗാന്തം വരെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടാകും. അതിനാൽ ഞാൻ ഇനി ഭയപ്പെടുകയില്ല. അവിടുന്ന് എന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല എന്ന വിശ്വാസത്തോടെ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ദുഃഖിച്ചും നിരാശയിലും കഴിയുന്നവർക്ക് അങ്ങയുടെ പുത്രൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ, സന്തോഷം, സമാധാനം, സ്നേഹവും അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം നൽകി, സൗഖ്യവും വിടുതലും നൽകി, രക്ഷ നൽകി ഈ രാത്രിയിൽ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കെല്ലാവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും നിരാശയും അകറ്റി അവിടുത്തെ സന്തോഷവും സമാധാനവും ശക്തിയും ധൈര്യവും നിങ്ങളിൽ നിറയ്ക്കട്ടെ. എല്ലാ ഭയത്തിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ. ഈ രാത്രിയിൽ നിൻ്റെ എല്ലാ രോഗത്തിൽ നിന്നും നിനക്ക് സൗഖ്യം നൽകട്ടെ. സമാധാനവും സന്തോഷവും നൽകി, ശക്തിയും ധൈര്യവും നൽകി, ആത്മസംയമനം നൽകി, ആത്മസന്തോഷം നൽകി കർത്താവ് ഈ രാത്രിയിൽ നിന്നെ കാത്തു പരിപാലിക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ കാണാൻ അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന എല്ലാവർക്കും, വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇത് മറക്കാതെ അയച്ചു കൊടുക്കുക. അനേകരുടെ ജീവിതത്തെ കർത്താവ് തൊടുന്നുണ്ട്, സ്പർശിച്ച് സുഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും
പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ കണ്ടതിനും കേട്ടതിനും ഒത്തിരി നന്ദിയുണ്ട്. ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് നാളെ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ പ്രത്യേകമായി ഈ രാത്രിയിൽ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു.